ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. 12 ലക്ഷം രൂപയ്ക്ക് ഈ വാഹനം നമുക്ക് കൊടുക്കാൻ പറ്റും. 12 ലക്ഷം രൂപ. ഒരു താർ 4x4 ഡീസൽ നമുക്ക് 12 ലക്ഷം രൂപയ്ക്ക്. 2021 മോഡൽ. കമ്പനി വാറന്റി അവൈലബിൾ ആണ്. അത് ഒരുപാട് എക്സ്ട്രാ ഫിറ്റിംഗ്സ് എല്ലാം ചെയ്ത് 1 വർഷത്തെ വാറന്റി കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് പുതിയ കാർ എടുക്കുന്ന പോലെ ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് വാഹനങ്ങൾ കൊണ്ടുപോകാന്നുള്ളതാണ്. ഫുൾ ലോണും ചെയ്യാം. സെൽട്ടോസ് ഓട്ടോമാറ്റിക് ആണ്, GT ലൈന്. ഡെയിലി യൂസിന് പറ്റുന്ന ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു 7 സീറ്റർ ആണ് കെയുടെ കാരൻസ്. 38,000 കിലോമീറ്റർ. ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് മൊത്തം MGക്ക് മാത്രമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ 7 സീറ്റർ 5 സീറ്റർ ഒക്കെ ഉണ്ട്. എന്താണ് മാനുക്ക ഇത്തവണ നമുക്ക് MGയിൽ എത്ര ഒരു കളക്ഷൻ വന്നിട്ടുള്ളത്? MGക്ക് ഇപ്പൊ എന്താണുള്ളതെന്ന് വെച്ചാൽ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് ഒരു ഫുൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വാഹനമാണ് അവർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇപ്പൊ MG മതി. കാരണം ഡീസലിന്റെ പെട്രോളിന്റെ ഓട്ടോമാറ്റിക് ഉണ്ട്. ഇതിന് പിന്നെ ഫുൾ ലോണും അവൈലബിൾ ആണ്. 8,90,000 രൂപയ്ക്ക് നമുക്ക് ഇത് ചെയ്യാം. ബെസ്റ്റ് പ്രൈസ് ആണ് ഡീസൽ ഓട്ടോമാറ്റിക് 7 സീറ്റർ. ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മള് മാക്സിമം SUVകൾ ഗംഭീരമായ ഓഫർ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ റംസാൻ ഓഫർ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. മാനുസ് കാർ വേൾഡിലാണ്. അപ്പോൾ താറൊക്കെ നമുക്ക് നെട്ടിക്കുന്ന പ്രൈസിന് SUVകളൊക്കെ നമുക്ക് ഫുൾ ലോണിലൊക്കെ ഒത്തിരി നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പൊ മാനുക്ക് തന്നെയാണ് കൂടുതൽ. മാനുക്ക, നമ്മൾ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ നോമ്പൊക്കെയാണ്, ഒന്നാമത്തെ നോമ്പിനുള്ള നമ്മൾ ആദ്യത്തെ വീഡിയോ ഒക്കെയാണ്. എങ്ങനെയാണ് നമുക്ക് നോമ്പിനാണ് പൊളിക്കാലോ അല്ലെ? മാക്സിമം നമുക്ക് ഓഫ് റേറ്റിൽ കൊടുക്കാം. ഫുൾ ലോണിലൊക്കെ നമുക്ക് ഒത്തിരി വാഹനങ്ങൾ കൊടുക്കാം. അപ്പൊ മാനുക്ക നമ്മൾ വാറണ്ടി കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ നമുക്ക് അവർ ആവശ്യപ്പെടുന്ന വാഹനങ്ങൾക്ക് 1 വർഷത്തെ വാറണ്ടി കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് പുതിയ കാർ എടുക്കുന്ന പോലെ ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് വാഹനങ്ങൾ കൊണ്ടുപോകാന്നുള്ളതാണ് ഏറ്റവും നല്ല ഹൈലൈറ്റ്. ബഡ്ജറ്റ് കാറുകളുണ്ട്, പ്രീമിയം കാറുകളുണ്ട്, അതേപോലെ തന്നെ നമുക്ക് മിഡ് റേഞ്ച് SUVകളെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ വെള്ളോമ്പുറത്ത്, അതായത് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് 10 കിലോമീറ്റർ, മഞ്ചേരിയിൽ നിന്നും മലപ്പുറം ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് 10 കിലോമീറ്റർ വെച്ച് ജംഗ്ഷൻ വരുന്ന വെള്ളോമ്പുറത്ത് നാഷണൽ ഹൈവേയിലാണ് നമ്മളെ മാനുസ് കാർ വേൾഡ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്നത് നമുക്ക് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേ ആണ്. സോ നമുക്ക് എത്തിച്ചേരാൻ യാതൊരു ടെൻഷനും ഇല്ല. ഇനി ജസ്റ്റ് ഗൂഗിളിൽ മാനുസ് കാർ വേൾഡ് അടിച്ചാൽ നമുക്ക് ലൊക്കേഷനും അവൈലബിൾ ആണ് അല്ലേ? നമ്പറൊക്കെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എല്ലാ ജനറേഷനിലെ ആളുകളെ ഏറ്റവും നല്ല ഇഷ്ട വാഹനമാണ് താറ്. അത് നമുക്ക് ഗ്രീൻ, അതായത് ഡിഫൻഡർ ഗ്രീനിൽ വരുന്ന ഒരു ഐറ്റം ആണ്. അത്യാവശ്യം നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ്സുകൾ കാര്യങ്ങളെ വന്നിട്ടുണ്ട്. KL11 കാലിക്കറ്റ് രജിസ്ട്രേഷൻ ആണ്. 4x4 വാഹനമാണ്. എങ്ങനെയായിരുന്നു മാനിക്കാത്തിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2021 ആണ്. ഇത് 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിന് ഏറ്റവും വലിയത് എന്താ വെച്ചാൽ നല്ല ടയറെല്ലാം വന്നിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പ്രൈസ് തന്നെയാണ് 12 ലക്ഷം രൂപയ്ക്ക് ഈ വാഹനം നമുക്ക് കൊടുക്കാൻ പറ്റും. 12 ലക്ഷം രൂപയ്ക്ക്. അതാണ് നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് തന്നെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് പൊട്ടിച്ചിട്ടുള്ള പ്രൈസ് ആണ്. ഒരു താറ് 4x4 ഡീസൽ നമുക്ക് 12 ലക്ഷം രൂപയ്ക്ക്. 2021 മോഡൽ വണ്ടിയാണ്. അത് നമുക്ക് മാക്സിമം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ ഏകദേശം ഒരു 10-11 വരെ ചെയ്യാൻ പറ്റും. 1 ലക്ഷം രൂപയ്ക്ക് വണ്ടി ഇറക്കും ചെയ്യാം. അത് നല്ലൊരു ഓഫർ റേറ്റിനാണ് ഈ താറ് നമുക്ക് തരാൻ പോകുന്നത് ഇല്ല. അടുത്ത വീണ്ടും നമുക്കൊരു കിടിലൻ ഐറ്റാണ് ഫോർച്യൂണർ. അത് ഒറിജിനൽ കേരള. നമുക്ക് ഇവിടെ ഒറിജിനൽ കേരള വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ മാനിക്ക. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു മാനിക്ക? 2021 മോഡല്. 2021 മോഡലാണ്. ഒറിജിനൽ കേരള വാഹനമാണ് ഇത്. പിന്നെ 2 വീൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ്. ഇന്ത്യയിലൊക്കെ നോക്കി നമുക്ക് പുതിയൊരു വാഹനത്തിന്റെ അതേ ഫീല്. അതേപോലെ ടയേഴ്സ് ഒക്കെ നമുക്ക് 90-95% ടയേഴ്സ് കാര്യങ്ങള് എല്ലാം വരുന്നുണ്ട്. സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഒരു വർക്കും ചെയ്യിക്കാനില്ല അല്ലെ? അത്രയും കെയർ ചെയ്ത വാഹനം. കിലോമീറ്റർ എത്രയാണ് ഓടിയിട്ടുള്ളത്? 4,000 കിലോമീറ്റർ. ഓൺഷിപ്പ് സിംഗിൾ ആണോ? ഓൺഷിപ്പ് സിംഗിൾ. കമ്പനി വാറന്റി അവൈലബിൾ ആണ്. അത് ഒരുപാട് എക്സ്ട്രാ ഫിറ്റിംഗ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. എത്ര രൂപ ചെയ്യാൻ പറ്റും മാർക്ക്? നമുക്ക് ലാസ്റ്റ് 38,75,000 രൂപയ്ക്ക് ഫൈനൽ ആയിട്ട് ലാസ്റ്റ് ഫൈനൽ നമുക്ക് ചെയ്യാൻ പറ്റും. മാക്സിമം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് ഏകദേശം 35 വരെ ലോണും ചെയ്യാൻ പറ്റും. അപ്പൊ ട്രാക്കിന്റെ ചെറിയ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഒരു വാഹനം കൊണ്ടുപോകാം. അതൊരു പ്രീമിയം വെഹിക്കിൾ ആണ്, ബെൻസ് ആണ്. എങ്ങനെയായിരുന്നു മാനിക്ക അതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? 2020 ഡിസംബറിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 2019 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 60,000 കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ്. അത് ബെൻസ് 300D ആണ്. സോ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള വാഹനമാണ്. ഏറ്റവും കൂടുതൽ പ്രീമിയം കസ്റ്റമേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു വാഹനമാണ്, എൻക്വയറി ചെയ്യുന്ന ഒരു വാഹനമാണ്. അത്രയും നമുക്ക് ഡിമാൻഡ് ഉള്ള ഒരു വാഹനമാണ് നമുക്ക് 300D എന്ന് പറയുന്നത് അല്ലേ? മാനിക്ക ഇത് ഒറിജിനൽ കേരള വണ്ടി തന്നെയല്ലേ? ഒറിജിനൽ കേരള. എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്ക് ലാസ്റ്റ് 37 രൂപയ്ക്ക് 36.5 ഫൈനൽ 36.5. ഇപ്പൊ നമ്മൾ ആ ഫോർച്യൂണർ ഒക്കെ പറഞ്ഞ ആ ഒരു പ്രൈസ് നമുക്ക് ഈ ഒരു പ്രീമിയം ബെൻസ് അങ്ങ് കൊണ്ടുപോകാം. മാക്സിമം ലോണും ചെയ്യാം. അടുത്താണ് ഒരു ഫുൾ ബ്ലാക്ക് സെൽട്ടോസ്.
അത് നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു ഐറ്റം ആണ്. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? 2020 GT ലൈൻ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്, GT ലൈനും ആണ് വണ്ടി വരുന്നത്. അപ്പോൾ സീറ്റ് വെന്റിലേഷന്, സൺറൂഫ്, ഇതിന്റെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ആണ്. സോ നമുക്ക് 360 ക്യാം അടക്കം വരുന്ന വണ്ടിയാണ്. ഫുൾ ലോണും ചെയ്യാം. സെൽറ്റോസ് ഓട്ടോമാറ്റിക് ആണ്, GT ലൈന്. അടുത്താണ് ഒരു ബഡ്ജറ്റ് റേഞ്ചിലും SUV ആണെന്നുള്ളവർക്ക് മൈലേജും കംഫർട്ടും ഡീസലിൽ നമുക്ക് കമ്പനി പോയ പോലും വാഹനം കിട്ടില്ല. സോ നമുക്ക് നിലവിൽ ഇപ്പൊ പെട്രോൾ മാത്രമേ പ്രൊഡക്ഷൻ ഉള്ളൂ. അപ്പൊ ഡീസൽ SUV നോക്കുന്നവർക്ക് മാരുതി സുസുക്കി വിചാര ബ്രസ്സ അതിനൊന്ന് മാനിക്കാം. മോഡൽ 2017 ആണ്. 90,000 കിലോമീറ്റർ ഡീസൽ ZDI. ഓക്കെ, കിലോമീറ്റർ 90,000 അല്ല. ഫൈനൽ നമുക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഫൈനലായിട്ട് നമുക്ക് 6,90,000 രൂപ കൊടുക്കും. 6,90,000 അല്ലേ? അതിനൊക്കെ നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് ഒരു 6.5 ലക്ഷം രൂപ, 40,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറങ്ങാം. അടുത്ത രണ്ട് കിടിലൻ 7 സീറ്ററുകളാണ്, രണ്ട് നല്ല ഫീച്ചറിസ്റ്റിക് ആണ്. ഫസ്റ്റ് തന്നെ നമുക്ക് കിയയുടെ ഒരു കാരൻസ്, അത് ഫുൾ ബ്ലാക്ക് വണ്ടി അല്ലേ? മാർക്ക് എങ്ങനെയായിരുന്നു ഈ 7 സീറ്ററിന്റെ ഡീറ്റെയിൽസ്? ഇത് 2023 ആണ്. 2023 മോഡലാണ്. അത് നമുക്ക് നല്ല കിടിലായിട്ടാണ്, നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു 7 സീറ്റർ വാഹനമാണ് അല്ലേ? എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2023 ഡീസൽ ആണ്, 7 സീറ്റർ ആണ്. ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 38,000 കിലോമീറ്റർ ഓടിയിട്ടില്ലേ? ലോ കിലോമീറ്റർ വണ്ടിയാണ്, 7 സീറ്ററിൽ ഡീസൽ മാനുവൽ വണ്ടി അല്ലേ? സോ നമുക്ക് ഇതൊക്കെ ക്രിസ്റ്റക്കും അതേപോലെ തന്നെ സെൽട്ടോസിനൊക്കെ വരുന്ന ആ ഒരു സെയിം എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ 18-20 മൈലേജ് കിട്ടുന്ന ഒരു 7 സീറ്റർ ഇല്ല. സോ നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്ന ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു 7 സീറ്റർ ആണ് കിയയുടെ കാരൻസ്. 38,000 കിലോമീറ്റർ. മാർക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റൂത്? ഇത് 13,70,000 രൂപ. ഏകദേശം എത്ര വണ്ടി ഇറക്കാൻ പറ്റൂത്? ഇത് ഏകദേശം ഫുൾ ഓൺ ആണ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത കമ്പനി പോയാലും നമ്മൾ 6 മാസം വെയിറ്റ് ചെയ്ത് കാത്തിരിക്കേണ്ട ഒരു വാഹനമാണ് മഹീന്ദ്ര SUV 700. അതും ഇത് ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് എൻഡ് അല്ലേ? വിത്ത് പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു SUV 700 ആണ്. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2023 ആണ്. 2023 38,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഇതോടെ പക്ക ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വാഹനമാണ്. വൈറ്റ് ഫിനിഷിംഗ് ആണ്, ഡീസൽ ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു വാഹനം. മാർക്ക് നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഈ വാഹനം? നമുക്ക് ലാസ്റ്റ് 21,70,000 രൂപക്ക് ചെയ്യാനും പറ്റും. ഏകദേശം 21 ലക്ഷം രൂപ, 75,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനം ഇറക്കാം. ലോ കിലോമീറ്റർ ഡീസൽ ഓട്ടോമാറ്റിക്കലി ഒരു 7 സീറ്റർ വാഹനം അല്ല? അഗൈൻ നമുക്ക് വീണ്ടും നമുക്ക് ഒരു സെൽട്ടോസ് തന്നെയാണ് പോകുന്നത്, സോറി ക്രെറ്റയിലോട്ടാണ് പോകുന്നത്. സെക്കൻഡ് ജനറേഷൻ ക്രെറ്റ എന്നും നല്ല ഫാൻസ് ബേസ് ഉള്ള ഒരു വാഹനമാണ്. കാരണം നമുക്ക് നിലവിൽ ഇറങ്ങുന്നതിനേക്കാൾ ബിൽഡ് ക്വാളിറ്റിയും പെർഫോമൻസും ബോഡി വെയിറ്റ് ഒക്കെ വരുന്ന ഒരു ജനറേഷനാണ്. അതിനെന്തിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2019-20 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. SX ഡീസൽ അല്ല? കിലോമീറ്റർ ഒക്കെ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 70,000 കിലോമീറ്റർ. 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 19 മോഡൽ വണ്ടി. എത്ര രൂപ കൊടുക്കാൻ പറ്റും മാനക്കത്? ഇത് ലാസ്റ്റ് നമുക്ക് 10 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും. 10 ലക്ഷം രൂപക്ക് ഞാൻ ചെയ്യാൻ പറ്റും. അതും ഡിപ്പെൻസ് നമുക്ക് ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഡീസൽ ക്രെറ്റ അല്ല? പക്ഷേ ലോണൊക്കെ ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റും. എഗെയിൻ വീണ്ടും നമുക്കൊരു സെൽട്ടോസ് തന്നെയാണ്. നേരത്തെ ബ്ലാക്ക് ആയിരുന്നെങ്കിൽ ഇത് ഡുവൽ ടൂൺ ആണ്. വൈറ്റ് ആൻഡ് ബ്ലാക്കിൽ ഡീസൽ വണ്ടിയാണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? 2022 ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ പ്ലസ് ഓട്ടോമാറ്റിക് ആണ് വണ്ടി. HTX ആണ്. ഇത് നമുക്ക് 13,90,000 രൂപക്ക് കൊടുക്കാൻ പറ്റും. 13,90 ആണ്. അതായത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. കംഫർട്ട്, മൈലേജ്, പെർഫോമൻസ് എല്ലാം ഉള്ള ഒരു വാഹനമാണ്. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും മാനക്കത്? നമുക്ക് 1 ലക്ഷം രൂപയ്ക്ക് വണ്ടി ഇറക്കാം. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അടുത്താണ് ഒരു ചെറിയൊരു ബഡ്ജറ്റിൽ സബോമീറ്റർ SUV നോക്കുന്നവർക്ക് നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനമാണ്. ഹുണ്ടായുടെ വെന്യൂ ആണ്. അത് നമുക്ക് അഡീഷണൽ ആയിട്ട് നല്ല കോസ്റ്റ്ലി ആയിട്ട് അലോയ്സ് കാര്യങ്ങൾ എല്ലാം നമുക്ക് ആഡ് ഓൺ ചെയ്തൊരു വാഹനമാണ്. ഇതെങ്ങനെയായിരുന്നു മാനക്ക ഡീറ്റെയിൽസ്? 2020 ആണ്. വെറും 27 കിലോമീറ്റർ ഓടിയുള്ളൂ. അതാണ് ഇത് ഏറ്റവും വലിയ ഹൈലൈറ്റ്. പക്ക ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വണ്ടിയാണ്. എങ്ങനെയായിരുന്നു ഓൺഷിപ്പ്? എങ്ങനെ സിംഗിൾ ആണ്? സിംഗിൾ ഓൺഷിപ്പ് വാഹനമാണ്. നല്ല സ്പേഷ്യസ് ആണ്, നല്ല കംഫർട്ട് ആണ്. നമുക്ക് AC വെന്റ്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ് കാര്യങ്ങൾ, അതും ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വെന്യൂ. എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്ക് 6,49,000 കൊടുക്കാൻ പറ്റും. 6,49,000 നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമുക്കൊരു ഓഫർ പ്രൈസ് ആണ്. ഒരു ഹാച്ച് ബാഗ് എന്നൊരു സ്വിഫ്റ്റ് ഒക്കെ വാങ്ങുന്ന അതേ പ്രൈസിന് നമുക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാൻ. ലോ കിലോമീറ്റർ ആണ്. 50,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം അല്ല? ഈ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് മൊത്തം MGക്ക് മാത്രമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ 7 സീറ്റർ 5 സീറ്റർ ഒക്കെ ഉണ്ട്. എന്താണ് മാനുക്ക ഇത്തവണ നമുക്ക് MGയിൽ എത്ര ഒരു കളക്ഷൻ വന്നിട്ടുള്ളത്? MGക്ക് കൂടുതൽ എൻക്വയറി ഇപ്പോൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു അഫോർഡബിൾ പ്രൈസിന് ഏറ്റവും നല്ല ഫുൾ ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വാഹനം കിട്ടുന്നുണ്ട്. MGക്ക് ഇപ്പോൾ എന്താണുള്ളതെന്ന് വെച്ചാൽ
അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് ഒരു ഫുൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വാഹനമാണ് അവർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇപ്പൊ MG മതി. കാരണം ഡീസലിന്റെ പെട്രോളിന്റെ ഓട്ടോമാറ്റിക് ഉണ്ട്. ഇതിന് പിന്നെ ഫുൾ ലോണും അവൈലബിൾ ആണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ നമുക്ക് വലിയൊരു വാഹനമാണ്, നല്ല ഫീച്ചേഴ്സ് ഉണ്ട്, അതൊരു ബഡ്ജറ്റ് പ്രൈസിന് അല്ലേ. അതെ. ഫസ്റ്റ് നമുക്ക് പല കളർ ഓപ്ഷൻ പല ജനറേഷൻ ഉണ്ട്. ഫസ്റ്റ് തന്നെ ഒരു റെഡ് നമ്മൾ തുടങ്ങാം. ഇതിൽ പനോഡിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു മാനുക്ക മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2020 ആണ്. 69,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, ഡീസലാണ്. ഓക്കെ. സോ അത്യാവശ്യം നല്ല പെർഫോമൻസ്, മൈലേജ് കൂടുതൽ ഡിപ്പെൻസ്. നമുക്ക് ചെറിയ കിലോമീറ്റർ കൂടി ഓടിയിട്ടുള്ളൂ. പനോരമിക് സൺറൂഫ്, ഡീസൽ ആണ്. സോ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അടിപൊളി വാഹനം. ഇത് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു മാനിക്ക? സിംഗിൾ ഓണർ വണ്ടിയാണ്. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ? 100% നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടികളാണ്. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമുക്ക് 12,70,000 കൊടുക്കാൻ പറ്റും. ഫുൾ ലോണും കൊടുക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബഡ്ജറ്റ് പ്രൈസ് ആണ്. ഇതിനൊരു പുതിയൊരു വാഹനമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പകുതിയിലും കുറഞ്ഞ പ്രൈസ് ആയിട്ടുണ്ടേനും അത് നമുക്ക് ഫുൾ ലോണിൽ ഇറക്കും ചെയ്യാം അല്ല. അടുത്ത് നമുക്ക് ഇതിന്റെ ഒരു ലാസ്റ്റ് ജനറേഷൻ ആണ് വരുന്നത് അല്ല. ഇത് എങ്ങനെയായിരുന്നു മാനിക്ക മോഡൽ കാര്യങ്ങളൊക്കെ? 2023 ആണ്. 35,000 ഓടിയിട്ടുള്ള ഫുൾ ഓപ്ഷൻ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഓക്കെ. അപ്പൊ ഇതിന്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ കിലോമീറ്റർ തന്നെയാണ്. ഒരു 35,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള നല്ലൊരു കില്ല ഐറ്റാണ് വരുന്നത്. പിന്നെ എങ്ങനെയായിരുന്നു മാനിക്ക ഇതിന്റെ പിന്നെ ഓപ്ഷൻസ്? ഇതിന്റെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ഷാർപ്പാണ് ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. സോ ഇതിന്റെ സ്പേസ് കാര്യങ്ങൾ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അത്രയും ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വാഹനമാണ്. ഇതിന്റെ ഇന്റീരിയർ ഒക്കെ നോക്കി നമുക്ക് പക്ക ലക്ഷറി ലെവലിലുള്ള അത്രയും ഫീച്ചേഴ്സ് ആഡഡ് ആയിട്ടുള്ളതാണ്. അപ്പൊ പക്ക ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കിഡ്ലം വാഹനമാണ്. അതിന്റെ ഏറ്റവും ലാസ്റ്റ് ജെൻ ആണ് വരുന്നത്. മാർക്കറ്റിൽ നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഈ വാഹനം? നമുക്ക് ലാസ്റ്റ് 15,70,000 രൂപ കൊടുക്കാൻ പറ്റും. അത് ഫുൾ ഓൺ തന്നെ ചെയ്യാൻ പറ്റും. 15-75 ഫുൾ ഓൺ കേട്ടോ. അടുത്ത നമുക്ക് ഫുൾ ബ്ലാക്കിൽ ഒരു വാഹനം നോക്കുന്നവർക്ക് ഇതാണ്. ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു കിഡ്ലം MG വരുന്നുണ്ട്. മാനക്കത് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരുന്നത്? 2021-22 MG ഹെക്ടർ പ്ലസ് ആണ്. അതായത് 7 സീറ്റർ ആണ്, ഡീസലാണ്. അപ്പൊ 7 സീറ്റർ പ്ലസ് നമുക്ക് ഡീസലില് മൈലേജും 7 സീറ്റർ നല്ല സ്പേഷ്യസും നല്ല ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനം. അത് നമുക്ക് പനിയൊരുമി സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് എങ്ങനെയായിരുന്നു മാനക്ക കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? 55,000 കിലോമീറ്റർ ആണ്. ഇതിന്റെ പ്രൈസ് ആണ് നമുക്ക് ഏറ്റവും 7 സീറ്റർ വാഹനം നമുക്ക് ഒരു 14,50,000 രൂപ കൊടുക്കാൻ പറ്റും. ഇതിന് ഫുള്ള് ലോണും അവൈലബിൾ ആണ്. അപ്പൊ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ 7 സീറ്റർ ഡീസൽ ആണ്. സോ നമുക്ക് ഇത് ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ഓണിൽ ഇറക്കാനും പറ്റും. അതും പക്ക നമുക്ക് ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വാഹനമാണ്. ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ട് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു 7 സീറ്റർ വാഹനം, അതും ഫുൾ ഓണിൽ. ഇതാണ് അതിന്റെ വൈറ്റ് ആണ്. അതിന്റെ നെക്സ്റ്റ് ജനറേഷൻ ആണ് വരുന്നത്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? പുതിയ വണ്ടിയാണ്. അതായത് 2024 ആണ്. ഇത് വെറും 14,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. പക്ക ലോ കിലോമീറ്റർ. ഒരു പുതിയ വണ്ടി വാങ്ങുന്ന ആൾക്ക് തീർച്ചയായിട്ടും ഈ വണ്ടി വാങ്ങാൻ പറ്റുന്നത് പെട്രോൾ ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെറും 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ വാഹനമാണ്. ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ഇതിന്റെ ഏറ്റവും പ്രത്യേകത ഇതിന്റെ പ്രൈസ് ആണ്. ഇന്ത്യയിലൊക്കെ നോക്കി നമ്മൾ ഇതിന്റെ ടച്ച് സ്ക്രീന് കാര്യങ്ങളൊക്കെ നോക്കി ഫുൾ കമ്പനി ഫിറ്റഡ് ആയിട്ടുള്ള വാഹനമാണ്. വെറും 14,000 മാത്രമാണ് ഓടിയിട്ടുള്ളത്. പ്രൈസ് എന്ന് പറഞ്ഞാൽ 2024 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ MG നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രൈസ് തന്നെ 13,90,000 രൂപ. ഓഫർ പ്രൈസ് ആണ്. അത് നമുക്ക് പുതിയൊരു വാഹനം കമ്പയർ ചെയ്യുമ്പോൾ ലക്ഷങ്ങൾ നമുക്ക് സേവ് ചെയ്യുകയും ചെയ്യാൻ പറ്റും. അതും ഫുൾ ഓണിൽ നമുക്ക് ഇറക്കാനും പറ്റൂല. ഇത് 2020 പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. 7 സീറ്റർ ആണ്. 7 സീറ്ററിൽ നമുക്കൊരു ഓട്ടോമാറ്റിക്കല്. അത് നമുക്ക് കിലോമീറ്റർ എങ്ങനെയായിരുന്നു? 50,000 കിലോമീറ്റർ. 60,000 കിലോമീറ്റർ. അപ്പൊ അത് നമുക്ക് ഡിപ്പെൻസ് നോക്കുമ്പോൾ ഇതും ചെറിയ കിലോമീറ്റർ ആണ്. ഓട്ടോമാറ്റിക്കലി നമുക്കൊരു 7 സീറ്റർ വാഹനമാണ്. ഫുൾ ബ്ലാക്ക് വേരിയന്റ് ആണ് വരുന്നത്. ഇത് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു മാനക്ക? സിംഗിൾ ഓണർഷിപ്പ്. അപ്പൊ അതാണ് നമുക്കൊരു 7 സീറ്റർ ഓട്ടോമാറ്റിക്കലി ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു വാഹനം. എങ്ങനെയായിരുന്നു മാനക്ക ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ? 2021 ആണ്. MG ഹെക്ടർ പ്ലസ് ആണ്. പ്രീമിയം ബ്ലാക്ക് കളറിലാണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതും ഓട്ടോമാറ്റിക് സെഗ്മെന്റ് ആണ്. ഓട്ടോമാറ്റിക് സെഗ്മെന്റ്. അതായത് പെട്രോളിലെ 7 സീറ്റർ ആണിത്. 7 സീറ്റർ സെഗ്മെന്റിൽ വരുന്ന ഈ വാഹനം നമുക്ക് ഒരു ഓഫർ ആയിട്ട് 14,50,000 കൊടുക്കാൻ പറ്റും. ഇതിന് 1 രൂപ പോലും മുടക്കാതെ ഫുൾ ലോൺ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വാഹനം കേട്ടോ. അപ്പൊ നമുക്ക് തവണ MG തീർന്നിട്ടില്ല. വീണ്ടും തവണ നമുക്കൊരു കിഡ്ലം വാഹനം കൂടി ഉണ്ട്. അത് നമുക്ക് ഫുൾ ബ്ലാക്ക് തന്നെയാണ് വരുന്നത്. ഇതെങ്ങനെയായിരുന്നു മാനിക്ക ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2019 ആണ്. 19 പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഇതും ഓട്ടോമാറ്റിക് സെഗ്മെന്റ് ആണ്. അതായത് ഇനി ഒരു MG ഹെക്ടർ വേണം, 10 ലക്ഷത്തിന്റെ താഴെ വിലക്കൊരു MG ഹെക്ടർ വേണം, അതും പെട്രോൾ ഓട്ടോമാറ്റിക് വേണം, അതും ഫുൾ ഓപ്ഷൻ വേണം, അവർക്ക് ഉള്ളതാണ് ഈ വാഹനം. അതായത് നമ്മളൊരു ബഡ്ജറ്റ് റേഞ്ചില് നല്ലൊരു പ്രീമിയം വെഹിക്കിൾ, അത് വിത്ത് ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് ഫുൾ ബ്ലാക്കിൽ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഒരു വാഹനം. എല്ലാ തരത്തിലുള്ള ആളുകൾക്കുള്ള വാഹനമാണ്. അപ്പൊ നമുക്കൊരു ഓഫർ റേറ്റില് റംസാന്റെ സ്പെഷ്യൽ പൊട്ടിച്ച റേറ്റ് ആണ്. മാർക്ക് നമുക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റുന്നത്? ഇത് ഫൈനലായിട്ട് നമുക്ക് 2019 ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്, ഫുൾ ഓപ്ഷൻ ആണ്.
ഈ വാഹനം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന 9,75,000 രൂപക്ക്, അതായത് 10 ലക്ഷത്തിന്റെ താഴെ ഒരു പ്രീമിയം സെഗ്മെന്റിലുള്ള MG ഹെക്ടർ പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനം എന്നുള്ളവർക്ക് അവർക്ക് ഇത് വാങ്ങാം. അവർക്ക് ഇത് ഏകദേശം ഒരു 10.5 ലക്ഷം രൂപ ലോൺ വാങ്ങും. അപ്പൊ ഏകദേശം നമുക്ക് 1 ലക്ഷത്തിന്റെ അടുത്ത് നമുക്ക് തവണ ക്യാഷ് ബാക്കിൽ ഇറക്കാൻ പറ്റുന്ന ഒരു കിഡ്ല ഐറ്റം ആണ് അല്ലെ. വീണ്ടും നമുക്കൊരു 7 സീറ്ററിലേക്കാണ് പോകുന്നത്. അതും ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു SUV 500 ആണ്. മഹീന്ദ്രയുടെ കിഡ്ല ഐറ്റം വാഹനമാണ്, ഡീസൽ ആണ്, പ്ലസ് ഓട്ടോമാറ്റിക് കൂടിയാണ് വരുന്നത്. എങ്ങനെയായിരുന്നു മാനിക്കത്തിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ കൂടുതൽ വണ്ടികൾ ഓട്ടോമാറ്റിക് നമ്മളിലുള്ളത്. കാരണം ഓട്ടോമാറ്റിക്കിന് കൂടുതൽ ആളുള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ ഏത് വണ്ടിയാണെങ്കിലും ആളുകൾ ഓട്ടോമാറ്റിക്കാണ് ചോദിക്കുന്നത്. ഇത് 2019 ആണ്, W11 ആണ്, ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ്. സൺറൂഫ് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് ആണ്, പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, സീറ്റ്സ് ഒക്കെ നമുക്ക് ഇലക്ട്രിക്കലി ആണ് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പൊ നല്ല ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കിഡിലൻ ഐറ്റം ആണ്, 7 സീറ്റർ ആണ് അല്ലെ. മോഡൽ പറഞ്ഞ മാനിക്ക ഇത് 2019 W11. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു മാനിക്ക? ഇത് നമുക്ക് ഫൈനൽ ആയിട്ടുള്ള വില എന്ന് പറഞ്ഞാൽ 12 ലക്ഷം രൂപ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും. അപ്പൊ ഒരു ബെസ്റ്റ് പ്രൈസിന് ഡീസൽ ഓട്ടോമാറ്റിക്കലി ഒരു നല്ലൊരു വാഹനം കൊണ്ടുപോകാം. അത് നമുക്ക് മാക്സിമം ട്രാക്ക് ഉണ്ടെങ്കിൽ എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഫുൾ ലോൺ ആണ്, ഒരു ഏകദേശം 11 ലക്ഷം രൂപ ലോൺ കിട്ടും. ലോണും കിട്ടൂല. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1 ലക്ഷം. 1 ലക്ഷം അല്ലേ. അതിന്റെ ഒരു വൈറ്റ് ഫിനിഷിംഗ് ഒരു വാഹനമാണ്, 7 സീറ്റർ തന്നെയാണ്, ഡീസൽ തന്നെയാണ് വരുന്നത്. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2017 ആണ്, അത് ഓട്ടോമാറ്റിക് ആണ്, 70,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഡീസൽ ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്, W6 ഡീസൽ ഓട്ടോമാറ്റിക്. ഒന്നുകൂടെ ബഡ്ജറ്റിൽ ഒരു 7 സീറ്റർ പ്ലസ് നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക് ഒരു വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. മാനക്കത്ത് നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? 8,90,000 രൂപ നമുക്ക് ഇത് ചെയ്യാം. ബെസ്റ്റ് പ്രൈസ് ആണ്, ഡീസൽ ഓട്ടോമാറ്റിക് 7 സീറ്റർ അല്ല. അടുത്താണ് നമുക്കൊരു US ബ്രാൻഡിലേക്കാണ് പോകുന്നത്, ജീപ്പ് കോമ്പസ്. അത് നമുക്ക് റെഡ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ഒത്തിരി നല്ല കളക്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് തന്നെ ഫുൾ ബ്ലാക്കിൽ KL47 വരുന്ന ഒരു അടിപൊളി ഐറ്റം. ഇതെങ്ങനെയായിരുന്നു മാനുക്ക ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2018 ആണ്, ലിമിറ്റഡ് ആണ്, ആക്സിഡന്റോ ക്ലെയിം ഒന്നുമില്ല, നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ ഉപയോഗിച്ച ഒരു വാഹനമാണ്. ഡീസൽ വണ്ടിയാണ്, 10,000 കിലോമീറ്റർ ഓടിയിട്ട് ഡോക്ടർ ഓർഡർ ആണ്. അപ്പോൾ അതായത് നല്ല മൈലേജ്, പെർഫോമൻസ്, അതേപോലെ തന്നെ നമുക്ക് നല്ല ഫീച്ചേഴ്സ് വരുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് വരുന്നത്. അതും ഫുൾ ബ്ലാക്കിൽ ജീപ്പ് കോമ്പസ്. അതൊക്കെ നമുക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്ക് റംസാൻ ഓഫർ ആയിട്ട് നമുക്ക് 10 ലക്ഷം രൂപ കൊടുക്കാം. 10 ലക്ഷം രൂപ. അപ്പൊ ഒരു 10 ലക്ഷം ബഡ്ജറ്റിൽ ഡീസലില് നല്ലൊരു ഫീച്ചറിസ്റ്റിക്കാരോട് SUV നോക്കുന്നത് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഫുൾ ഓൺ ചെയ്യാലോ അല്ലെ? ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. അടുത്ത് 2 റെഡ് കോമ്പസുകൾ വരുന്നുണ്ട്. ഇത് ഫുള്ളി റെഡ് ആണ്, അടുത്തൊരു ഡുവൽ ടൂൺ ആണ് വരുന്നത്. ഇതെങ്ങനെയായിരുന്നു മാനിക്ക ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2018 മോഡലാണ്. ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്, ലിമിറ്റഡ് ആണ്. 70,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. പക്ക നമുക്കൊരു പുതിയൊരു വാഹനത്തിന് അതേ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അത്രയും വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വെഹിക്കിൾ ആണ്. സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇത്ര നമുക്ക് പക്കായിട്ട് പറയാൻ പറ്റുന്ന വണ്ടി. അതും കേൾട്ടൺ BA ഇവിടെ തന്നെ ഇറങ്ങിയ വണ്ടിയാണ് അല്ലെ മാനിക? മലപ്പുറം രജിസ്ട്രേഷൻ തന്നെയാണ് വണ്ടി വരുന്നത്. ഇത് മാനിക നമുക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്ക് 10 ലക്ഷം രൂപ കൊടുക്കും. 10 ലക്ഷം രൂപ, അതും ഫുൾ ആണ് അല്ലെ. അടുത്ത അതിന്റെ ഒരു ഡുവൽ ടൂൺ ആണ്, വിത്ത് പരമാവധി സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി ഐറ്റം ആണ്. ഇതെങ്ങനെയായിരുന്നു മാനിക്ക മോഡൽ കാര്യങ്ങൾ? 2018 ഇത് ലിമിറ്റഡ് പ്ലസ് ആണ്. ഇത് 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വണ്ടിയാണ്, ഓണർഷിപ്പ് ആണ്, പനോരമിക് സൺറൂഫ് എല്ലാം വരുന്നത്. അത് സീറ്റ് വെന്റിലേഷൻ ഒക്കെ വലിയ ടയർ ആയിരിക്കും വരിക. ഓക്കെ, സൈസ്, ടയർ സൈസ് കാര്യങ്ങളെല്ലാം മാറ്റുണ്ട്. സോ നമുക്ക് വിത്ത് കമ്പനി ഇൻബിൽഡ് ആയിട്ട് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന വിത്ത് പനോരമിക് സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന ഡുവൽ ടൂൺ വാഹനം. അതിന്റെ ഒരു വൈറ്റ് തവണ ഇത് നമുക്ക് ഡുവൽ ടൂൺ ആണ്, വിത്ത് പനോരമിക് സൺറൂഫ് സെയിം ഓപ്ഷൻ തന്നെയാണ് വരുന്നത്. ഇത് എങ്ങനെയായിരുന്നു മാനിക്കോ? 2019 ആണ്, 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്. ഇത് നമുക്ക് 13 ലക്ഷത്തി, ഇത് നമുക്ക് 12,50,000 കൊടുക്കാൻ പറ്റും. 12,50,000 കൊടുക്കാൻ പറ്റും. അത് ഇതിനൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന നല്ല ബിൽഡ് ക്വാളിറ്റി, പെർഫോമൻസ്, നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന എത്ര രൂപ കൊടുക്കാൻ പറ്റും? 12,75,000 രൂപ കൊടുക്കാൻ പറ്റും. ഫുൾ ലോണും കൊടുക്കാൻ പറ്റും. ഫുൾ ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത നമുക്ക് ടാറ്റയിലെ ഏറ്റവും വലിയൊരു വാഹനം ഏതാണെന്ന് ചോദിച്ചാൽ ശരിക്കും ആരിയർ തന്നെയാണ് അല്ലെ. ഒരു ബിഗ് സൈസ് വാഹനം എന്ന് പറയുന്നത്. അത് നമുക്ക് ചെറിയ വാഹനം തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ നമ്പർ 1 ആണ്. ഒരു ഇത്രയും വലിയൊരു വാഹനം നമുക്ക് പറയേണ്ട ഒരു കാര്യമില്ല. ടാറ്റന്റെ ടാങ്ക് ഈ വാഹനം അറിയപ്പെടുന്നത്. അതായത് യുദ്ധസമാനമായ വണ്ടിയാണ്. അതേപോലെ ശരിക്കും റേഞ്ച് റോവറിന്റെ കോപ്പിയാണിത്. അതായത് അതിന്റെ പ്ലാറ്റ്ഫോമിലാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2021 ഓട്ടോമാറ്റിക് ആണ്, ഡീസൽ ഓട്ടോമാറ്റിക്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ? 1,10,000 കിലോമീറ്റർ. കുറെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല വില കൂടിയ അലോയ്സ്, ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ആണ്, ഓട്ടോമാറ്റിക് ആണ് അല്ലെ. മാർക്കറ്റ് നമുക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്ക് 11,90,000 രൂപ. ഒരു ബെസ്റ്റ് പ്രൈസിന് ഡീസൽ ഓട്ടോമാറ്റിക് അല്ല.
അത് നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. യെസ്. അതൊരു ഫോക്സ് വാഗൺ ടൈഗൺ ആണ്. അത് നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നൊരു മോഡല് വിത്ത് ഫാൻസി നമ്പർ കാര്യങ്ങൾ ഒരു അപ് ടു 95% ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നൊരു വാഹനം. അതിനൊന്ന് ഡീറ്റെയിൽസ് വരുന്നത് ഇത് 2022 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഇത് GT പ്ലസ് ആണ്. ഓട്ടോമാറ്റിക് കൂടിയാണ്. ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. സോ നല്ല പെർഫോമൻസ് ഉണ്ട്, കംഫർട്ട്, കൂടുതൽ നമുക്ക് നല്ല ബിൽഡ് ക്വാളിറ്റി അടക്കം വരുന്ന ഒരു വാഹനം അല്ലേ? മനക്കത് നമുക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും? 12,75,000 രൂപ കൊടുക്കാൻ പറ്റും. 12,75,000 നമുക്ക് ചെയ്യാൻ പറ്റില്ല. നെഗോഷ്യബിൾ ആണ്. നമുക്കത് മാക്സിമം ലോണും ഇതിന് അവൈലബിൾ ആണ് അല്ലേ? ആ ഫ്രണ്ട്സ്, നമ്മളിന്നുണ്ടായിരുന്നു മാനുസ് കാർ വേൾഡിലായിരുന്നു. സോ നമുക്ക് അത്യാവശ്യം പ്രീമിയം സെഗ്മെന്റിൽ ബഡ്ജറ്റിൽ നല്ല ക്വാളിറ്റിയിൽ ലോ കിലോമീറ്റർ ഉള്ള ഒത്തിരി വാഹനങ്ങൾ നമുക്ക് റംസാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. സോ റംസാന്റെ സ്പെഷ്യൽ ഓഫറായിട്ട് മാക്സിമം പ്രൈസ് കാര്യങ്ങളെല്ലാം കുറച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാനുസ് കാർ വേൾഡ് ലൊക്കേഷൻ വന്ന് മലപ്പുറം ജില്ലയിൽ വള്ളോമ്പുറത്താണ്, പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ. കൊണ്ടോട്ടി എയർപോർട്ടിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ, മഞ്ചേരിയിൽ 20 കിലോമീറ്റർ, മലപ്പുറത്ത് നിന്ന് ഏകദേശം 20 കിലോമീറ്റർ, എല്ലാത്തിനും സെൻറ്റർ ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്പർ കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നൊരു വീണ്ടും കാണാം. റിയാസ് ആൻഡ് മാനുക സൈനിങ് ഓഫ്.